കണ്ണൂരിൽ നിന്ന്? അല്ല, കണ്ണൂരിൽ നിന്ന് ഞാൻ വളർന്നതെല്ലാം മദ്രാസാണ്. നാട് എന്നാ കണ്ണൂരുള്ളൂ. ജനിച്ചത് മാത്രം അവിടെ, പഠിച്ചതെല്ലാം ഞാൻ മദ്രാസിലാണ്. കളരി പഠിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അത് ഞാൻ 2 വർഷം അവിടെ മദ്രാസിൽ പഠിക്കാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് ആക്കിയാണ് ഇളയച്ചൻ്റെ അടുത്ത്. അപ്പോൾ അന്നേരം പഠിക്കുന്ന സ്പോർട്സിലായിരുന്നു അന്നേരം. ഞാൻ പഠിച്ചതിൽ വലിയൊരു ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്കൂളത്. ആ സ്കൂളിൽ ഇപ്പോൾ സ്പോർട്സ്, ഫുട്ബോൾ, വോളിബോൾ ഉള്ള, ഹോക്കി, ഗോളി, അങ്ങനെ ഫുട്ബോൾ, ബാക്കി, അങ്ങനെ കളിച്ച് പഠിക്കുന്നതിൽ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. പക്ഷേ സ്കൂൾ ടീമിനായതുകൊണ്ട് ഇവരും ശ്രദ്ധിക്കാണ്ട് പോയി. ക്ലാസ്സിൽ സ്കൂളിന് വേണ്ടി കളിക്കുന്ന ആൾക്കാർ അവരെ വലിയ പഠിപ്പിനോട് അത്ര വലിയ ഒരു പ്രശ്നം വരില്ല. നമുക്ക് ഇതൊന്നും ഉള്ളതുകൊണ്ട് പഠിക്കാനും ഒരു ഇതായി. അങ്ങനെ ഇവർ 2 കൊല്ലം നമ്മളെ 2 കൊല്ലമല്ല, എന്നെ മദ്രാസിലാക്കി, ഇവിടെ നാട്ടിലാക്കി ചെറുക്കൽ. അപ്പം അവിടെ ഞാൻ ചെറുക്കൽ രാജേഷ് സ്കൂളിൽ അവിടെ പഠിച്ചത്. അപ്പം അന്നേരം വൈകുന്നേരം ആകുമ്പോൾ കളരിക്ക് പോകും. എന്തെങ്കിലും ഒരു എക്സസൈസ് വേണം. അന്നേരം കുറച്ച് തടിയെല്ലാം ഉള്ളതുകൊണ്ട് എക്സസൈസ് വേണമെന്ന് കളരി പഠിച്ചു. 2 വർഷം അവിടെ പഠിച്ചു. പിന്നെ എനിക്ക് നാട്ടിൽ നമുക്ക് മദ്രാസിൽ നിന്ന് നമുക്ക് നാട്ടിൽ വരുമ്പോൾ അതൊരു ഇതായിരിക്കും. മദ്രാസിനോട് ഇഷ്ടം, നാടോട് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനെന്ത് 2 വർഷം പഠിച്ച് 7 8 പഠിച്ച് തിരിച്ച് ഞാൻ 9ാം ക്ലാസ് ആ സ്കൂളിൽ തന്നെ, ക്രിസ്ത്യൻ കോളേജ് സ്കൂളിൽ തന്നെ അച്ഛമ്മനെ കണ്ട് അവിടെ തന്നെ പിന്നെയും പോയി ചേർന്നു, സെയിം സ്കൂളിൽ ചേർന്നു. അപ്പം പിന്നെയും അവിടെ കളിയും ഫുട്ബോൾ ടീമും അതും ഇതും. ആ സമയത്ത് ഈ കളരീൻ്റെ ഗുരുക്കളുണ്ട്, ചന്ദ്രശേഖരൻ ഗുരുക്കൾ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അനിയൻ സിനിമയിൽ അഭിനയിക്കുന്നത് കിനചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, അവൻ ഈ സത്യൻ സാറ്, ചെറുപ്പകാലൻ നസീർ സാറ്, MGR സാർ, അവരിതെല്ലാം ചെറുപ്പകാലമായിട്ട് അഭിനയിക്കുക. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ അങ്ങനെ പോകും. അപ്പോൾ ആ സമയത്ത് ഈ ഗുരുക്കൾ അനിയൻ സിനിമയിലുള്ളതുകൊണ്ട് അയാൾ ഈ വടക്കൻ പാട്ട് കഥയെല്ലാം എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ സിനിമയിൽ എന്തൊക്കെ ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ നാട്ടിൽ അവിടെ മദ്രാസിൽ വന്നു. അപ്പോൾ ആ സമയത്ത് അയാൾ ഉള്ളതുകൊണ്ട് അവിടെ കളരി ആശാൻ. അപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ തിരിച്ച് കളരി പ്രാക്ടീസായി. അങ്ങനെ അവിടെ ക്ലാസ്സെല്ലാം വെച്ച് അങ്ങനെ ഒരു 3-4 കൊല്ലം കൂടി കളരി അങ്ങനെ പഠിച്ചു. അപ്പോൾ ഈ അനിയൻ പോകുന്ന ടൈമിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് കൂടെ പോകുന്നതുകൊണ്ട് അവിടെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ആൾക്കാർ ഓരോന്ന് അവിടെ വന്നിരിക്കും, കോളേജ് സ്കൂൾ ഇതെല്ലാം എടുക്കുമ്പോൾ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു സിനിമയോട് ഫീലായി. ഇപ്പോൾ എന്ത് ചെയ്ത് ഈ ഫൈറ്റെല്ലാം അറിയുന്നതുകൊണ്ട് അങ്ങനെ സിനിമയിൽ ചാൻസ് വയ്ക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറേ കറങ്ങി ഹരിഹരൻ സാറ് അടുത്ത് വന്ന് പെട്ട്. അപ്പോൾ ഹരിഹരൻ സാർ ഈ പൂച്ച സന്യാസി എന്നൊരു പറഞ്ഞ പടം, അന്നേരം എല്ലാം പുതിയ ആർട്ടിസ്റ്റാണ്. അന്നേരം ഈ രാജ്കുമാർ, ലതാൻ്റെ അനിയൻ രാജ്കുമാർ, അങ്ങനെ കുറേ പേരെ വെച്ചിട്ട് ആ പടം അങ്ങനെ എടുക്കുമ്പോൾ അതിലൊരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് ഒരു വേഷം ആദ്യമായിട്ട് ഹരിഹരൻ സാറ് തന്ന് ആ പടം ഭയങ്കര ഹിറ്റായി. 100 ദിവസം ഓടി. ഭയങ്കര ഒരു എല്ലാവർക്കും ഒരു പേര് കിട്ടി അതിൽ. അപ്പോൾ ഹരിഹരൻ സാർ എങ്ങനെ തന്നു. പിന്നെ അഭിനയത്തിൽ അങ്ങനെ വന്ന് പിന്നെ നമുക്ക് പിന്നെ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഇത് തടിയെല്ലാം കൊണ്ട് വില്ലൻ്റെ കൂടെ ഫൈറ്റ് ഗീറ്റ് അങ്ങനെയുള്ള ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫൈറ്റിൽ ആദ്യം കുറച്ച് ദിവസമെല്ലാം അഭിനയിച്ചു. ഭീമൻ, എൻ്റെ കോടതി, പൂച്ച സന്യാസി, അങ്ങനെ കുറേ പടത്തിൽ അങ്ങനെ അഭിനയിച്ച് പിന്നെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഈ വില്ലനും ഗുണ്ട അങ്ങനത്തെ കൂടെയെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഫൈറ്റ് യൂണിയനിൽ ഫൈറ്റ് നമുക്ക് അവിടെ ഇതിൽ വലിയ പൈസ ഒന്നും കിട്ടില്ല, ക്യാഷ് വലിയ. അപ്പം എല്ലാവരും അവിടെ ഫൈറ്റിലെ ആൾക്കാർ ഇത്രയും തടിയും ഇതെല്ലാം ഉള്ളതല്ലേ, ഫൈറ്റിൽ അങ്ങനെ അവിടെ പോയി ചേർന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.